ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാവൊന്നും കുഴച്ച് പരത്താതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിനായിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ അരക്കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പച്ചരി ഉണ്ടല്ലോ, ആ ഒരു പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ പച്ചരി എടുത്ത ആ ഒരു കപ്പിൽ തന്നെ അരക്കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കില്ലേ, നല്ല മണമുള്ള ഒരു അരി, ആ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ജീരകശാല അരിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പച്ചരിയായിട്ട് മാത്രം വേണമെങ്കിൽ എടുക്കാം. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു അരിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഇനി ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ആ വെള്ളം ഞാനൊന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഈ അരിയുടെ വെള്ളം കളഞ്ഞെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ഇതിൽ കാണരുത്, എങ്കിൽ പിന്നെ നമ്മൾ അരി അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകും. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ടയാണ്. ഇപ്പം നിങ്ങൾക്ക് 1 കപ്പ് അരിക്ക് 1 മുട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എങ്കിലും 2 മുട്ട ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും നമ്മുടെ ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. ചോറെടുക്കുമ്പോൾ 1/2 കപ്പിനും 1/4 കപ്പിനും ഇടയ്ക്കായിട്ടുള്ള അളവിൽ വേണം ചോറ് ചേർത്ത് കൊടുക്കാനായിട്ട്. ചോറിൻ്റെ അളവ് ഒരുപാടങ്ങ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പലഹാരം റെഡിയായി കിട്ടില്ല. പിന്നീട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളത്തിൻ്റെ അളവാണ്. 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഈ മാവ് നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഒരുപാടങ്ങ് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പലഹാരം നല്ലപോലെ പൊങ്ങി കിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം മാവ് അരച്ചെടുക്കാനായിട്ട്. ഇതുപോലെ അരച്ചെടുക്കണം. ഒട്ടും തരികളില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതുപോലെ കുറച്ച് കട്ടിക്ക് വേണം മാവിരിക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ ഒരു ക്യാരറ്റ് ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു 1/4 ടീസ്പൂൺ മാത്രം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മാവ് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മുടെ പലഹാരത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഒരു തവി മാവ് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതുപോലൊന്ന് പൊങ്ങി വരും. ആ ഒരു സമയം നമുക്കിതിലേക്ക് തവി കൊണ്ട് തന്നെ ഇതുപോലെ മാവ് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകൾ വശം നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടുകയും ചെയ്യും. ഒരു സൈഡൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പുറം ഭാഗം ഒന്നുകൂടി ഒന്ന് ക്രിസ്പിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്